സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഒരു 3 കാർഡ്സ് പറഞ്ഞിട്ടാണ്. ഫസ്റ്റ് കാർഡ് കറൻറ്റ് സിറ്റുവേഷൻ, കറൻറ്റ് എനർജി ഒരു വ്യക്തിയുടെ. സെക്കൻഡ് കാർഡ് ഫേസ് ചെയ്യുന്ന ചാലഞ്ച് അല്ലെങ്കിൽ പ്രോബ്ലം. മൂന്നാമത്തെ കാർഡ് ഗൈഡൻസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് നോക്കാം. ആദ്യത്തെ കാർഡ് എന്താണ്? ഒരു ക്യാരക്ടറിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറൻറ്റ് എനർജി എന്താണ്? 7 ഓഫ് കപ്സ് ആണ്. 7 ഓഫ് കപ്സ് പറഞ്ഞാൽ 7 കപ്സ് നിരത്തി വെച്ചിട്ട് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് ചോയ്സിൻ്റെ കാർഡാണ്. തിരഞ്ഞെടുക്കാൻ പറ്റാതെ ദുഃഖിച്ചിരിക്കുന്ന ഒരാളെയാണ് ഇവിടെ കാണുന്നത്. അതായത് മായയിൽ പെട്ട ഒരു വ്യക്തി. അപ്പോൾ നമ്മൾ ഈ 7 കപ്പുകളിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് അപകടകരമായ കപ്പുകളാണ്. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ മായയിൽ പെടാതെ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് തൻ്റെ മൂല്യത്തിന് യോജിച്ച ഒരു തിരഞ്ഞെടുപ്പാണ് എടുക്കേണ്ടതെന്നുള്ളതാണ് ഇത് പറയുന്നത്. ഇത് മതിഭ്രമത്തിൻ്റെയും മിഥ്യാധാരണയുടെയും തെറ്റിദ്ധാരണകളുടെയും വശീകരണത്തിനൊക്കെ എതിരായിട്ട് മുന്നറിയിപ്പ് തരുന്ന ഒരു കാർഡാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് പ്രായോഗിക ബുദ്ധി കഴിവും ഉപയോഗിച്ച് തൻ്റെ മൂല്യത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു കാർഡാണ് 7 ഓഫ് കപ്സ്. അടുത്ത കാർഡ് എന്താണ്? വെല്ലുവിളി. 4 ഓഫ് സോർഡ്സ്. 4 ഓഫ് സോർഡ്സ് എന്താണ്? വലിയൊരു ഹൃദയവേദന ഉണ്ടായി, അതിൽ നിന്ന് പിന്മാറി പ്രാർത്ഥനയും ധ്യാനവും ആത്മപരിശോധനയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം മായയിൽ വിട്ടു. അതിൽ നിന്ന് ഒരു വലിയ ദുഃഖമുണ്ടായി. അതാണ് 3 വാളുകൾ തൂക്കിയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കാർഡിൽ 3 ഓഫ് സോർഡ്സിൽ വലിയൊരു ഹൃദയവേദന, വലിയൊരു ദുഃഖമുണ്ടായി. പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങി പ്രാർത്ഥനയും റെസ്റ്റും മെഡിറ്റേഷനും ആത്മപരിശോധനയുമായിട്ട് ഇരിക്കുന്ന ഒരു കാർഡാണ് 4 ഓഫ് സോർഡ്സ്. അപ്പോൾ അടുത്ത കാർഡ് ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ്? ദ എംബറസ് എന്നുള്ള കാർഡാണ്. മേജർ ആർക്കാന കാർഡാണ്. യൂണിവേഴ്സൽ ഡിസിഷനാണ്. അപ്പോൾ ഇവരിലേക്ക് ഭാവിയിൽ സമൃദ്ധി വരുന്നു എന്നുള്ളതാണ് കാർഡ്. പിന്നെ ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. പിന്നെ ഈ കാർഡ് ഭാവിയിൽ ഇവർക്ക് സ്നേഹമുള്ളതും ഇവരെ പരിഗണിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതുമായ ഒരു പങ്കാളിയുടെ വരവിനെ കൂടി ഈ കാർഡ് സൂചിപ്പിക്കുന്നു. കൂടാതെ പ്രകൃതിയുമായിട്ട് പ്രകൃതിയിലൂടെ ആ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ ഇവർക്ക് ഒരുപാട് ക്ഷേമമുണ്ടാവും എന്നുള്ളതും മദർഹുഡിൻ്റെയും പ്രഗ്നൻസിയുടെ കാർഡൊക്കെയാണ് ദ എംബറസ് എന്നുള്ള കാർഡ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.